ജ്ഞാനം 11:15 സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിര്യക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്നും ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. 23 പറയുന്നു, എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈശോയെ ആരാധന. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് ഇന്നും ഈ ലോകം അന്ധതയിൽ കഴിയുമ്പോൾ ഓരോ മനുഷ്യരും ദൈവത്തെ അറിയണമെന്നും ദൈവത്തെ കാണണമെന്നും ഇന്നും ദൈവം ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ കരുണയാണത്. ഈശോ കാണിക്കുന്ന കരുണയാണത്. ദൈവം ലോകത്തെ അതിൻ്റേതായ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ദൈവം നമ്മളെ ശിക്ഷിക്കാതെ, ഇന്നും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഓരോ വിശ്വാസ രീതി നമുക്കറിയാമല്ലോ. നമ്മൾ ചിന്തിക്കുക ഇതെല്ലാം ചെയ്തിട്ട് എന്താ ദൈവം നിശബ്ദനായിരിക്കുന്നേ. അങ്ങനെയല്ല മക്കളെ. കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാ മക്കളെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് എന്തും എങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ വചനത്തിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂര ജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ച് അയക്കാമായിരുന്നു. ദൈവത്തിന് പകരം ഈ ഹംസജന്തുക്കളെയും പാമ്പുകളെയും മൃഗങ്ങളെ ആരാധിക്കുന്ന ജനതകളെ അല്ലെ ആ മക്കളെ ദൈവത്തിന് ശിക്ഷിക്കാം. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. കണ്ടോ? അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കനനിന്ന് തീപ്പരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവിടെ ദംശനമേറ്റാലേ ഈ മനുഷ്യർ മരിച്ചു പോകും, ഭയപ്പെടും. എന്നിട്ടും കർത്താവ് അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ പ്രത്യേകിച്ച് അക്രൈസ്തവരായ മക്കൾ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. നിങ്ങളുടെ വിശ്വാസം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരോടും സംസാരിക്കുന്നവനാണ്. മനുഷ്യനോട് സൃഷ്ടിയോട് സൃഷ്ടിച്ചവൻ സംസാരിക്കുന്നത് ആരോ? അതാണ് സത്യദൈവം മക്കളെ.